നമസ്കാരം മാഷ്. നമസ്കാരം. യുദ്ധങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ ലോകം കലുഷിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സൻസു എന്ന് പറഞ്ഞ യുദ്ധം എന്ന കലയെക്കുറിച്ച് എഴുതിയ ലോകത്തിലുള്ള എല്ലാ യുദ്ധ വീരന്മാരും എല്ലാ രാജ്യങ്ങളും ഏതാണ്ട് നൂറുകണക്കിന് വർഷങ്ങളായിട്ട് സൻസുവിൻ്റെ യുദ്ധതന്ത്രങ്ങളാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഈ കണ്ണിൽ മുളക് പൊടി ഇട്ടിട്ട് പിന്നെ അപ്പുറത്തുള്ള ശത്രുവിനെ വീഴ്ത്തുന്നത് അടക്കമുള്ള തന്ത്രങ്ങളെല്ലാം സൻസുവിൻ്റെയാണ്. അദ്ദേഹം വലിയൊരു ആളാണ്. യുദ്ധം എന്ന കല, ആർട്ട് ഓഫ് വാർ എന്ന് പറയുന്ന പുസ്തകം വളരെ ചെറിയ പുസ്തകമാണ്, പക്ഷെ അസാമാന്യ പുസ്തകമാണ്. അപ്പോൾ സൻസു പറയുന്ന എല്ലാത്തിനും അപ്പുറത്ത് സൻസു പറയുന്ന, ബുദ്ധനും ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്, 1000 യുദ്ധങ്ങളെ ജയിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് നാം അവനവനെ തന്നെ ജയിക്കുന്നത്, മനസ്സിലെ യുദ്ധത്തിൽ ജയിക്കുന്നത്. ഇവിടെ ഇത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റഷ്യ ഉക്രൈൻ വാറിൻ്റെ സമയത്ത് വല്ലാത്ത ദിശയിലേക്ക് അങ്ങനെ പോകുമ്പോൾ, റഷ്യ മുന്നേറ്റം നടത്തുമ്പോൾ, പിടിച്ചടക്കം എന്ന് പറയുമ്പോൾ അന്തിമ യുദ്ധത്തിന് തയ്യാറായിരിക്കുകയാണ് ഉക്രൈൻ. തീർച്ചയായും ഉക്രൈൻ്റെ ഈ ഒരു സന്ദേശം എന്ന് പറയുന്നത് 1000 മുറിവുകളുടെ യുദ്ധം എന്നാണ് അവരിത് പറയുന്നത്. അതിനകത്ത് അവരുടെ ഈ 1000 മുറിവുകളുടെ യുദ്ധം എന്ന് പറയുന്ന ആ രീതി തന്നെ അവരുടെ മനസ്സിലെ മുറിവ്, ആ സമൂഹത്തിന്, ആ രാജ്യത്തിന് ഏറ്റ മുറിവിനെ കൂടി സൂചിപ്പിക്കുകയാണ്. ഗറില്ല വാറുകളാണ് ഒരു പുതിയ തന്ത്രം, സാങ്കേതികതയും തന്ത്രവും കൂടി മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയാണ്. ഭാഷ എങ്ങനെയാണ് ഈ ഉക്രൈൻ്റെ ഈ അവസാനത്തത എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അങ്ങനെ തോന്നിപ്പിക്കുന്ന ഈ തന്ത്രത്തെ നോക്കിക്കാണുന്നത്? അത് എനിക്ക് തോന്നുന്നു അവർ ആ പാഠം പഠിച്ചത് ഇപ്പോൾ ഈ ലോകത്തിൽ നിന്നാവാനിടയില്ല. അവരുടെ തന്നെ മണ്ണിൽ ഇപ്പോൾ 1000 മുറിവുകൾ അവരുടെ മണ്ണിന് മുറിവേറ്റു, അവരുടെ ദേശത്തിന് മുറിവേറ്റു, അവരുടെ അഭിമാനത്തിന് മുറിവേറ്റു, മനസ്സിന് അവരുടെ തീർച്ചയായിട്ടും മനസ്സിന് മുറിവേറ്റു. അതുപോലെ തന്നെ അവരുടെ സൈനികർ ധാരാളമായിട്ട് മുറിവേറ്റു മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു. അവരുടെ ആയുധശേഷിക്ക്, അവരുടെ സാമ്പത്തിക ശേഷിക്ക്, അവരുടെ ഭാവിക്ക് ഒക്കെ മുറിവേൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ 1000 മുറിവുകൾ ഏറ്റുകഴിഞ്ഞ മേലാസകലം ഒരു പടയാളിയെ ഓർമ്മിച്ച് നോക്കൂ. മേലാസകലം മുറിവേറ്റ് ചോരയൊലിച്ച് നിസ്സഹായനായി നിൽക്കുന്ന ഒരു പടയാളി ഉണ്ടല്ലോ, ആ പടയാളി എടുക്കുന്ന തീരുമാനമാണ് ഇനി എന്ത്. 1000 മുറിവേറ്റ പടയാളി ഇനി എന്ത് എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ മുമ്പിലുള്ള വഴികൾ തെളിഞ്ഞു വരും. ആ വഴി ഗംഭീരമായിരിക്കുന്നത് മാത്രമല്ല, അതിശക്തമായിരിക്കും. അത് യുദ്ധമുഖങ്ങളിൽ നിന്നൊക്കെ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് സാറ് പറഞ്ഞത്, സാൻസൂയി തൊട്ട് ലോകത്തിലെ യുദ്ധത്തെക്കുറിച്ച് സംസാരിച്ച എല്ലാവരുടെയും അജണ്ടയിൽ ഇത്തരം വഴികൾ, അന്തിമമായ മാർഗങ്ങൾ. എനിക്ക് തോന്നുന്നു ചാവേറുകൾ, ഇങ്ങനെയുള്ള ചാവേറാണ് ഒന്ന്. ഈ യുദ്ധത്തിൽ ഞാൻ കണ്ടതിപ്പോൾ ഈ വന്ന വാർത്തകൾ വെച്ച് നമ്മൾ കാണുന്നത് രണ്ട് പ്രധാനപ്പെട്ട തന്ത്രങ്ങൾ എടുക്കുകയാണ് അവർ. ഒന്ന്, ഇനി കൂട്ടായി വമ്പിച്ച സന്നാഹത്തോടെ റഷ്യൻ പടയെ നേരിടാൻ പോകുന്നില്ല അവർ. ഇപ്പോൾ 7 ലക്ഷം സൈനികരെയാണ് റഷ്യ ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ആഴ്ച വിന്യസിച്ചിരിക്കുന്നത്. 7 ലക്ഷം പോയിട്ട് 7000-നെയോ 1000-നെയോ പോലും നേരിട്ട് പോയി മുഖാമുഖം പൊരുതാൻ ഇനി യുക്രൈൻ പോകുന്നില്ല. അത് ശേഷിക്കുറവ് കൊണ്ടല്ല, പുതിയ തന്ത്രമാണ്. ഒരു പക്ഷേ 7 പേർ എവിടെ നിന്നാണെന്ന് അറിയാതെ ഒളിഞ്ഞിരുന്നിട്ട് 100 പേരെ വകവരുത്തിയെന്ന് വരും. ഒളിപ്പോര്, അതാണ് ഒളിപ്പോര്. എവിടുന്നാണ് ആയുധം വരുന്നത് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ ആയുധങ്ങൾ പലപ്പോഴും പ്രാകൃതമായാൽ പോലും മതി, ചെറിയ ആയുധങ്ങൾ മതി, ദുർബലമായ ആയുധങ്ങൾ മതി. MD എഴുതിയിട്ടുണ്ട്, കമ്പനി പഴശ്ശിയുടെ യുദ്ധങ്ങൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. അതെ, പഴശ്ശി രാജ. പഴശ്ശിക്കും ഇതുണ്ടായിരുന്നു കേട്ടോ. പഴശ്ശിക്ക് പലതരം പടകളായിരുന്നു. സത്യത്തിലും അത് ഒരു കണക്കിന് ജാതിപ്പടകളുമായിരുന്നു പഴശ്ശി രാജാവിന്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പട, ഏറ്റവും വലിയ പ്രഹരം ഉണ്ടാക്കിയ പട, ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കിയ പട കുറിച്യപ്പടയാണ്, ആദിവാസികളുടെ പട. അമ്പ് അവരിങ്ങനെയാണ് ചെറിയ സംഘങ്ങളായിട്ട് മരത്തിലേറിയിട്ട് ഭയങ്കരമായ പോരാട്ടമാണ്. കാട്ടിലൂടെ സഞ്ചരിച്ചിട്ട് ഈ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ ക്യാമ്പ് കണ്ടെത്തി കഴിഞ്ഞാൽ, അവരുടെ വരവ് അവർ ട്രേസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിന് മണം പോലും കിട്ടുന്നേ. ആദിവാസികളുടെ ഒരു ശേഷി അപാരമാണ്. കാട്ടുജീവികൾ എന്ന് പറയുന്നത് നമ്മളെക്കാൾ, നാടന്മാരെക്കാൾ എത്രയോ വമ്പന്മാരാണ്. അവർക്ക് കാറ്റിലറിയും, അവര് ശബ്ദത്തിലറിയും, അവര് അതുപോലെ തന്നെ അവര് മണം പിടിച്ചിട്ട് അറിയും. ഈ എന്താ പറയുക, മരങ്ങളുടെ കാട്ടുപക്ഷികളുടെ ശബ്ദത്തിലൊക്കെ തിരിച്ചറിയും. എന്നിട്ട് അവർ മരത്തിലൂടെ സഞ്ചരിക്കും. 5 പേര് 6 പേരൊക്കെ മരത്തിൽ നിന്ന് മരത്തിലേക്ക് ചാടിയിട്ട് പോയിട്ട് കൃത്യമായി അവരുടെ ആവനാഴി ഉണ്ടല്ലോ അവരുടെ കയ്യിൽ, അതുമായിട്ട് അമ്പ് ചെയ്തിട്ടൊക്കെ വലിയ തലവേദന. അതുകൊണ്ട് എന്താണ് തലവേദന വെച്ചാൽ, എവിടെയും ബ്രിട്ടീഷ് പട്ടാളക്കാർ ഇങ്ങനെ വീഴുന്നുണ്ടാവും, അവിടെ ഇവിടെയും ഒറ്റക്ക്. അപ്പോൾ മരിച്ചു വീഴുമ്പോൾ എവിടുന്നാ വരുന്നതെന്ന് തിരിച്ചടിക്കാൻ, എവിടുന്ന് വരുന്നതെന്ന് അറിയില്ല. ഇതാണ് ചാവേർപ്പട. അങ്ങനെയാണ് ഇത് എല്ലാവർക്കും ഉണ്ടായിരുന്നു. മലബാർ കലാപത്തിലുണ്ടായിരുന്നു. മലബാർ കലാപത്തിൽ എല്ലാ പോരാളികൾക്കും ഇങ്ങനെ ചാവേർപ്പട ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അത്രയെങ്കിലും കാലം പിടിച്ചു നിന്നത്. അല്ലെങ്കിൽ മാർത്താണ്ഡവർമ്മയ്ക്കുണ്ടായിരുന്നു.
മാർത്താണ്ഡവർമ്മയ്ക്ക് ഉണ്ടായിരുന്ന ഈ പോരാട്ടമാണ് ഗറില്ല വാർ എന്ന്. മറ്റു പല ലോകരാജ്യങ്ങളിലും ഉണ്ട്. നമുക്ക് വെസ്റ്റേൺ യൂറോപ്പിൽ നൈറ്റ്സ്, ആ, യൂറോപ്യൻ നൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മധ്യകാല യൂറോപ്പിലെ രാജാക്കന്മാരുടെ ബഹുമാനത്തിനായി യുദ്ധം ചെയ്തിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ജപ്പാനിലെ സമുറായികൾ ഉണ്ടായിരുന്നു, സമുറായികൾ വലിയ യുദ്ധവീരന്മാരാ. അതുപോലെ തന്നെ മംഗോളിയയിലെ കാവലറി യൂണിറ്റ്, കാവലറി, മറ്റേ കുതിരപ്പട, ചെങ്കിസ്ഖാന്റെ അത് അവര് അപകടകാരികൾ അവര്. അതാണ്. പക്ഷെ 4-5 കുതിരപ്പട മതി, അതെ, അപാരമായ പ്രഹരം നടത്തി. അതെ, അറേബ്യൻ നാടുകളിലെ ഖാസിമാർ, അറേബ്യൻ നാടുകൾ ഉണ്ടായിരുന്നു. അത് വളരെ ശരിയാണ് സാർ. അത് ഞാൻ ശരിയാണെന്ന് പറഞ്ഞാൽ എനിക്കറിയുന്ന ഏറ്റവും നല്ല ബോധ്യമുള്ള ഒരു കാര്യമാണ്. അറബ്സ്, അതായത് എല്ലാം തകർന്നു കഴിഞ്ഞിട്ട് ഈ അന്യനാട്ടിൽ പോയി അഭയം നേടിയ അറബ് രാജാവ് കിങ് അബ്ദുൽ അസീസ് അവസാനം ചെറിയൊരു പടയുമായി തിരിച്ചു വന്നിട്ട് ഈ റിയാദിലെ, അന്നത്തെ നജിദ് എന്നാണ് പേര്, റിയാദിലെ കൊട്ടാരം കൈയടക്കുകയാണ്. എന്നിട്ട് കൊട്ടാരം കീഴടക്കി അധികാരം കയ്യിലെടുത്തവർ പിന്നെയാണ് പടയോട്ടം തുടങ്ങുന്നത്. അങ്ങനെയാണ് ഓരോരോ കൊട്ടാരത്തിൽ നാട്ടുരാജാക്കന്മാരുടെ കൊട്ടാരങ്ങളൊക്കെ അങ്ങനെയാണ് അവരുണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞാൽ ഇത് വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉക്രൈനെ കുറിച്ച് ഈ ഘട്ടത്തിൽ അവർ എത്തി നിൽക്കുമ്പോൾ, ഈ ഒരു പോരാട്ടത്തിൻ്റെ ഒരു രീതി അവർ സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ മുന്നേറുന്നു, അല്ലെങ്കിൽ അവർ ഏറ്റവും ചുരുങ്ങിയത് റഷ്യയെ അവർ തടഞ്ഞു നിർത്തുന്നു എന്ന് വേണം തോന്നലുണ്ടാക്കുന്നുണ്ട്. ഇത്തരം സംഘങ്ങളുടെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് തന്നെ വേഗതയും ധൈര്യവും അചഞ്ചലമായ വിശ്വസ്തതയുമാണ് ഇവരുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. അത് ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ. ഏറ്റവും വലിയ ധൈര്യം, അചഞ്ചലം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? മരണഭയം എന്ന് പറയുന്ന ഒന്നാണല്ലോ യുദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ. അത് മാറ്റി, അത് അവരുടെ അജണ്ടയിലില്ല, അതങ്ങ് ഡിലീറ്റ് ചെയ്യണം. ചാവാൻ തയ്യാറായിട്ടാണ്. അതാണ് മരണം അജണ്ടയിലില്ലാത്തൊരു ജനതയാണ്. അതാണ് വേറൊരു കാര്യം. ചെറിയ സംഘങ്ങൾക്ക് സഞ്ചരിക്കുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ ആരുടെയും കമാൻഡ് കാത്തു നിൽക്കണ്ട, കൂടെ ആരുണ്ട് നോക്കേണ്ട കാര്യമില്ല. 5 പേര് ഒരു ഒറ്റ കുതിപ്പാണ്, അങ്ങനെ പോയാൽ മതി. പിന്നെ ഈ യുദ്ധത്തിൽ അവർ സ്വീകരിച്ചിരിക്കുന്ന രണ്ടാമത്തെ മാർഗം, ആയുധങ്ങൾ തന്നെയും ചെറുതു മതി, ചെറിയ ആയുധങ്ങൾ മതി. അതും ആളുകളുടെ ഈ മനുഷ്യ സഹായം ഇല്ലാത്ത ഡ്രോണുകൾ, റോബോട്ടിക് ആയിട്ടുള്ള നിയന്ത്രണം, റിമോട്ട് കൺട്രോളിൽ. അതുകൊണ്ട് മനുഷ്യനെ വല്ലാതെ കുരുതി കൊടുക്കാതെ, ആൾനാശം ഉണ്ടാക്കാതെ അപ്പുറത്ത് ശത്രുവിനെ നാശം ഉണ്ടാക്കുന്ന. പക്ഷെ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും മാഷെ? ആർട്ടിലറി അറ്റാക്ക് പോലുള്ള കാര്യങ്ങൾ റഷ്യ ഒരു വലിയ ഭീമമായ ആയുധങ്ങളും ആളും എല്ലാം ഇറക്കിയിട്ട് കളിക്കുമ്പോൾ അത് ചോദ്യം തന്നെയാണ് സാർ. അത് ചോദ്യം തന്നെ, എളുപ്പമൊന്നുമല്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ അന്തിമമായി റഷ്യയുടെ മുമ്പിൽ, ഇന്നത്തെ അവസ്ഥയിൽ റഷ്യ എന്ന മഹാശക്തിയുടെ മുമ്പിൽ ഉക്രൈൻ എന്ന ഒരു കൊച്ചു രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവരെ സഹായിക്കുമെന്ന് പറയുന്നവരൊന്നും, ഇപ്പോൾ ഒന്ന് അമേരിക്കയാണ് അവരെ ഇങ്ങനെ നാറ്റോ സഖ്യമൊക്കെ കളി കാണുകയുള്ളൂ. അവരൊന്നും കാര്യമായി സഹായിക്കാൻ തയ്യാറല്ലാത്ത കാലത്തോളം ഉക്രൈൻ ജയിക്കുക എളുപ്പമല്ല. പക്ഷേ ഈ പോർമുഖത്ത് വല്ല സാധ്യതയും ഉണ്ടെങ്കിൽ അതിനുള്ള അവസാനത്തെ മാർഗമാണ് അവർ സ്വീകരിക്കുന്നത്. അത് ഗറില്ല വാർ പലപ്പോഴും ജയിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മഹാശക്തികളെ പരാജയപ്പെടുത്താൻ പലപ്പോഴും ഈ കൊച്ചു സംഘങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് അവരുടെ പോർവീര്യം കൊണ്ടാണ്, അവർക്ക് മരണഭയമില്ലാത്ത ഒരു പോക്കുകൊണ്ടാണ്. ഡു ഓർ ഡൈ ആണത്. അതുകൊണ്ട് ഉക്രൈൻ ആ അവസ്ഥയിലാണ്. ഡു ഓർ ഡൈ. ഒന്നുകിൽ റഷ്യ അവരെ വിഴുങ്ങും, അല്ലെങ്കിൽ അവർക്ക് ചെറുത്ത് നിന്നിട്ട് മാന്യമായ ഒത്തുതീർപ്പിനെങ്കിലും പോകാം. മാന്യമായ ഒത്തുതീർപ്പിന് തയ്യാറായാൽ ക്രീമിയ വിട്ടുകൊടുത്തിട്ട് അല്ലെങ്കിൽ റഷ്യ വഴങ്ങില്ല. പക്ഷേ അങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കം, അന്തിമമായ നീക്കമാണ്. വിജയിക്കുമെന്നൊന്നും പറയാൻ വയ്യ. പക്ഷേ ഈ നീക്കം ഒരു മഹാശക്തിയെ, ദുർബലനായ ഒരു ശക്തി, വളരെ അങ്ങേയറ്റത്തെ ചാവേർ പോരുകൊണ്ട് ജീവൻ പണയം വെച്ച് നടത്തുന്ന ഈ അന്തിമ പോരാട്ടത്തിലുണ്ടല്ലോ, ആ പോരാട്ടത്തിൽ ഈ സമയത്ത് ഉക്രൈന് വേണ്ടിയല്ലാതെ നമുക്ക് കൈയടിക്കാനാവില്ല. എന്തായാലും 1000 ഉക്രൈൻ ഏറ്റ എല്ലാ മുറിവുകളും ഉണങ്ങട്ടെ എന്ന് തന്നെയാണ് ഈ സമയത്ത് നമുക്ക് ആശിക്കാനുള്ളത്. തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.